സോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിജോസാർ ഗെയിമിംഗ്. അപ്പം ഇന്ന് നമ്മൾ ലെറ്റ്സ് പ്ലേ ഒന്ന് മാറ്റി വെച്ചു. അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നല്ല, ഒരു സബ്സ്ക്രൈബർ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. വേറെ ഒന്നുമല്ല, നമ്മളെ ഞാൻ ഇട്ടതിനല്ല ഒരു ഷോർട്സ്, ആ ഷോർട്സിൽ ഇട്ട റിസോഴ്സ് പാക്ക് ഏതാണെന്ന് ചോദിച്ചിരുന്നു. അതേതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ ഇടേണ്ടതെന്ന് ഡൗട്ടുള്ളവർക്ക് അതും ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഈ കാണുന്ന രണ്ട് റിസോഴ്സ് പാക്ക് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ മറ്റേ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റിലോ പിന്നെ ചെയ്തിടാം. വേണ്ടിയവർക്ക് ചെക്കൗട്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് പ്ലെയർ ആനിമേഷൻ എന്നുള്ളതാണ് എടുക്കുന്നത്. അപ്പം അതൊന്ന് ആദ്യം എടുക്കാം. അത് നേരെ മൈൻക്രാഫ്റ്റിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൽ ആൽവേസ് കൊടുക്കേണ്ടതിന് പകരം ഒരു മിനിറ്റ്, ഇത് രണ്ടും എന്നിട്ട് ചെയ്യണം. എന്നിട്ട് ആൽവേസിൽ കൊടുക്കുന്ന നേരം ജസ്റ്റ് വൺസ് കൊടുക്കുക. ആൽവേസ് കൊടുത്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് അത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പിന്നെ ഇപ്പോൾ നമ്മളൊരു സിനിമ ഡൗൺലോഡ് ചെയ്താൽ അതിൽ പിന്നെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബഗ് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് അനുഭവത്തിൽ പറയുകയാണ്, നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് ഇമ്പോർട്ടായിട്ടുണ്ട്. ഓക്കെ, സക്സസ്ഫുള്ളി. ഇനി നമ്മളെ നേരത്തെ എടുത്ത ക്രിയേറ്റീവ് വേൾഡ് എടുക്കുക. ക്രിയേറ്റീവ് തന്നെ എടുക്കണമെന്നില്ല, നിങ്ങളെ ഇഷ്ടം. ഞാൻ അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് വേറെ ഒരു റിസോഴ്സ് പാക്കാണ്, അത് ഒഴിവാക്കട്ടെ. ഓക്കെ, ഇതാണ് നമ്മൾ റിസോഴ്സ് പാക്ക്. അത് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി പ്ലേ കൊടുക്കുക. ഓക്കെ, ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഇരിക്കുമ്പോൾ കണ്ടില്ലേ, അത് ഇടയ്ക്ക് ഒരു ഇതുണ്ടാവും, അത് കാര്യമാക്കണ്ട. ബെഡ്റോക്ക് എഡിഷൻ ആയതുകൊണ്ടാണ്, ജാവ ആയിരുന്നല്ല ബെഡ്റോക്ക്. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വേവിങ് എപ്പോഴും ഉണ്ടാവും. ഇരിക്കുമ്പോൾ മാത്രം. പിന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുത്താൽ മതി. നീക്കിയാൽ മതി. നീക്കുക പറഞ്ഞാൽ ഒന്ന് മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി കൊടുത്താൽ മതി. അപ്പോൾ റെഡി ആയിക്കോളും. പിന്നെ ഇരുന്നുകൊണ്ട് നടക്കുകയും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റിസോഴ്സ് പാക്ക് ഇടാം. ഇതാണ് നമ്മൾ അടുത്ത റിസോഴ്സ് പാക്ക്, ബേബി പ്ലെയർ MC പാക്ക് എന്നുണ്ടാവും. അത് ജസ്റ്റ് വൺസ് കൊടുത്ത് പിന്നെ നേരെ മൈൻക്രാഫ്റ്റിലേക്ക് പോകും. ഓക്കെ, അത് ലോഡായിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടഡ്. ഓക്കെ, സക്സസ്ഫുള്ളി അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എഡിറ്റ് കൊടുക്കുക. റിസോഴ്സ് പാക്ക് അതിലുണ്ടാവും, അതാ ബേബി പ്ലെയർ റിസോഴ്സ് പാക്ക്. അത് ആക്ടിവേറ്റ് ചെയ്യുക, പ്ലേ കൊടുക്കുക. ഓക്കെ, അതും ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, ഇപ്പം ചെറിയൊരാളായി. ഞാൻ വീഡിയോയിൽ ഇട്ട പോലെ തന്നെ ഉണ്ട്. ഞാൻ FOV ഒന്ന് കുറയ്ക്കട്ടെ. അത് ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ ഷോർട്സിലിട്ട ആ വീഡിയോയിൽ കണ്ട ആ സംഭവം മാറിക്കൂത്തിരി. അപ്പം അത്ര തന്നെ ഉള്ളൂ. അപ്പം ഇന്ന് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ അമ്മയ്ക്കൂലേ പോടാ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.